ഹലോ, ഐ എം അൽ ഹസൻ. വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ്. ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ടാണ് ഒരു ഡിസ്കഷൻ. ഇപ്പോൾ ഡിപ്ലോമയിലെയോ ബിടെക്കിലെയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ ഫ്യൂച്ചറിൽ പോസിബിലിറ്റീസ് ഇല്ല എന്നുള്ള രീതിയിൽ പലരും ടെൻഷൻ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എടുക്കണമോ എന്ന് സംശയിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിലെ പോസിബിലിറ്റീസിന് കുറവ് വരുന്നത്? അപ്പോൾ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ആവശ്യമായ സാധ്യതകളുണ്ട്. ഒരു ഉദാഹരണം, ജൂനിയർ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള കേരള PSCൻ്റെ പോസ്റ്റുകൾ എടുത്താൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ വരുന്നത് അത്യാവശ്യം നല്ല വേക്കൻസികളാണുള്ളത്. പിന്നീട് സെൻട്രൽ ഗവൺമെൻറ്റിലും അത്യാവശ്യം സാധ്യതകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു ഗവൺമെൻറ് സെക്ടർ ജോലി ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം വേക്കൻസികൾ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവല്ലേ. സോ അപ്പോൾ പ്രൈവറ്റ് മേഖലയും കൂടിയൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. സോ എന്തുകൊണ്ട് പ്രൈവറ്റ് മേഖലയിൽ ഈ ഒരു സാധ്യത കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് വളരെ കാലം മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, പണ്ട് മുതലേ ഉള്ളൊരു ബ്രാഞ്ചാണ്. മാത്രമല്ല ഇതൊരു കോർ ബ്രാഞ്ച് കൂടിയാണ്. ഇന്നിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തുകൊണ്ട് തെർമൽ എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, ഇങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രിക്കും അനുയോജ്യമായിട്ടുള്ള ബ്രാഞ്ചുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകളെ, അല്ലെങ്കിൽ മറൈൻ ഇൻഡസ്ട്രിയിലേക്ക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൈവറ്റ് മേഖല. ഇത് ഞാൻ നോക്കിയെടുത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു കോർ ബ്രാഞ്ചാണ്. ഒരു കോർ ബ്രാഞ്ച് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളെ ഏതൊരു ഇൻഡസ്ട്രിയിലേക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ എടുക്കാറുണ്ട്. സോ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിൽഡ് ആയാൽ, എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ സാധ്യതകൾ ഉണ്ട് താനും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ കിട്ടുന്ന കേവലം ടെക്സ്റ്റുകൾ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പം IT, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൽ AI വന്നതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലും വളരെ ഫേവറായി വളരെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന AI ടൂളുകളും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ നമ്മൾ പഠിക്കാൻ കൂടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയുന്നത് ശരിയല്ല. ചില കുറവുകൾ പ്രൈവറ്റ് മേഖലയിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ഇനി പല പല വർഷങ്ങളായിട്ട് ചില സമയങ്ങളിൽ വളരെ ഹൈപ്പ് ഉണ്ടാവും, ചില സമയങ്ങളിൽ ഹൈപ്പ് ഇച്ചിരി കുറയും. അതൊക്കെ സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കോർ ബ്രാഞ്ച് അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല. സാധാരണ രീതിയിൽ കുട്ടികൾ പറയുന്ന പോലെ തന്നെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അങ്ങ് ഇല്ലാതെ ആകുന്ന ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കണക്കാക്കേണ്ടതില്ല. ഓക്കെ, എടുക്കുമ്പോൾ ധൈര്യമായിട്ട് തന്നെ എടുക്കുക, സാധ്യതകൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഷോർട്ട് ടൈം കോഴ്സുകൾ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കേണ്ടതില്ല. അതിനൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യലൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. എന്തായിരുന്നാലും കൂടുതൽ വീഡിയോകൾ നമ്മളിടും. അപ്പം അതുവഴി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.